എല്ലാവർക്കും മോർ ആൻഡ് വ്യൂസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ബിനു നായർ. ഒരു വ്യക്തി ഒരിക്കലും പിഴവ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ജീവിതത്തിൽ പുതിയതായി ഒന്നും നേടിയിട്ടില്ല എന്നാണ് അർത്ഥം. വലിയൊരു സത്യമാണ് ഇത്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഒരു തമാശയെ തോന്നാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ പറയാം. അതായത് പിഴവുകൾ വരുത്തണം, നമ്മുടെ ജീവിതത്തിൽ പിഴവുകൾ സംഭവിക്കണം. ആ പിഴവുകളിലൂടെയാണ് നമ്മൾ പുതിയ കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നത്. നമ്മൾ ചെറിയ കുട്ടികളായിട്ടാണ് നമ്മൾ എല്ലാവരും വലുതായിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികളെല്ലാം നടക്കാൻ പഠിക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ നടന്നതും അതുപോലെ നമ്മളെ മുന്നിൽ ഓരോ കുട്ടികൾ നടക്കാൻ പഠിക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികൾ ആയി ആദ്യം അവർ നിൽക്കാൻ വേണ്ടി ശ്രമം നടത്തും. അവർക്ക് കിട്ടുന്നിടത്തൊക്കെ പിടിച്ച് അവര് നിൽക്കാൻ വേണ്ടി ശ്രമം നടത്തും. പിന്നെ ആ പിടിക്കാൻ കിട്ടിയുള്ള സ്ഥലത്ത് പിടിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ കാലുകൾ ഓരോ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങും ആള്. അതിനുശേഷം അവന് സ്വന്തമായിട്ട് കാല് നിൽക്കാൻ സാധിക്കുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പിടുത്തം ഒന്ന് വിട്ടിട്ട് മെല്ലെ ഒരു സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി ശ്രമം നടത്തും. അപ്പൊ തന്നെ നമുക്ക് രസകരമായ രീതിയിൽ അവന് വീഴുന്നത് കാണാം. എന്ന് വെച്ചിട്ട് ആ വീഴ്ചയിൽ അവൻ കരയാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒന്ന് ചിരിച്ചുകൊണ്ട് മെല്ലെ എണീക്കും, വീണ്ടും ഇതുപോലെ തന്നെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പക്ഷേ ദിവസങ്ങളോളം ഈ ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ആ കുട്ടി സ്വന്തം കാലിൽ നടക്കാൻ തുടങ്ങുന്നത്. നല്ല രസകരമായ രീതിയിൽ അവർ നടക്കുമ്പോൾ ചിരിച്ചുകൊണ്ടായിരിക്കും അവർ നടക്കുന്നത്, അല്ലെ? നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് നടന്നു വന്നിട്ടുള്ളത്, അല്ലെ? പിന്നീട് അവൻ കുറച്ചും കൂടെ നടക്കാനായി ഓടാൻ തുടങ്ങിക്കൊണ്ടിരിക്കും, ചാടാൻ തുടങ്ങും, അല്ലെ? രണ്ട് കാലുകൾ കൊണ്ടും അവൻ ചാടാൻ വരെ തുടങ്ങി. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് അവൻ എല്ലാ മേഖലയിലേക്കും ആ കാല് വെച്ച് നടക്കാൻ തുടങ്ങി. ഓരോ ഉയരങ്ങളിലേക്കും അവൻ ആ കാല് വെച്ച് നടക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നടത്തം എന്ന വലിയ ഒരു പരീക്ഷണം, ആ പരീക്ഷണം ആ കുട്ടി വിജയിച്ചത് എങ്ങനെയാണ്? ഒരുപാട് പരാജയങ്ങളിലൂടെയാണ്, അല്ലെ? ഒരുപാട് പ്രാവശ്യം ആ കുട്ടി പരാജയപ്പെട്ടിട്ടുണ്ട്. വീഴുമ്പോഴൊക്കെ ആ കുട്ടി എന്താ ചെയ്തിട്ടുള്ളത്? സാവധാനം എണീറ്റുകൊണ്ട് വീണ്ടും വീണ്ടും നടന്നു. അങ്ങനെ ഒരുപാട് പരാജയങ്ങളിലൂടെയാണ് ആ ഒരു കുട്ടി ആ ഒരു പുതിയ പരീക്ഷണത്തിൽ വിജയിച്ചത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ ഒരു വലിയ പരീക്ഷണം വിജയിക്കുന്നത്. നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടേ ഇല്ല എങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പുതിയതായിട്ട് ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല. കാലങ്ങളായിട്ട് ആരോ ചെയ്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമ്മളതായിട്ടുള്ള സംഭാവനയൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോ നമ്മളിവിടെ പറഞ്ഞ ആ ഒരു വേർഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആ സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ജീവിതത്തിൽ പരാജയങ്ങൾ ഒരുപാട് ഉണ്ടാവണം. ആ പരാജയങ്ങളിലൂടെയാണ് ഒരുപാട് വിജയങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ പരാജയം സംഭവിക്കാത്തവരാരും ജീവിതത്തിൽ പുതിയ പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല, പരീക്ഷണങ്ങളിലൂടെ വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയാം. പാചകം നല്ല രസമുള്ള ഒരു കലയാണ്, അല്ലെ? നമ്മൾ പല ആളുകളും നല്ല രീതിയിൽ പാചകം ചെയ്യും, പക്ഷെ പാചകം തീരെ അറിയാത്ത വ്യക്തികളുണ്ട്, ഒക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് പാചകം ചെയ്യുമ്പോൾ, നമ്മൾ പാചകം ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷെ ആദ്യം നമ്മൾക്ക് ചിലപ്പോ ഉപ്പ് കൂടി വരാം, അല്ലെ? അതുപോലെ മുളക് കൂടാം, അല്ലെങ്കിൽ മറ്റുള്ള മസാലകളൊക്കെ കൂടി വരാം. അതുപോലെ കൂടുതൽ സംഭവിക്കുന്നത് കൈ പൊള്ളാം, അല്ലെ? നമ്മൾ അറിയാതെ ചൂടായ പാത്രമൊക്കെ പിടിക്കുക, അതുപോലെ നമ്മളത് അതിന്റെ തവ പിടിക്കുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കൈകൾ പൊള്ളുന്ന ഒരു സന്ദർഭം വരാറുണ്ട്, അല്ലെ? ഇങ്ങനെ പല സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പല ഐറ്റംസും പാചകം ചെയ്യാൻ പഠിക്കുന്നത്, അല്ലെ? ആദ്യം നമ്മൾ ചായ ഉണ്ടാക്കാനായിരിക്കും പഠിക്കുക, അല്ലെ? ആദ്യം നമ്മൾ വെള്ളം വെക്കുന്നു, അത് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ അതിൽ തേയിലപ്പൊടി ഇടുന്നു, അതിനുശേഷം നമ്മളത് പഞ്ചസാര ഇടുന്നു, പാല് ഒഴിക്കുന്നു, അല്ലെ? എന്നിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നു, ഗ്ലാസ്സിലേക്ക് പകർന്നെടുക്കുന്നു, കുടിക്കുന്നു. അപ്പൊ ഈ ഒരു പറയുമ്പോൾ എളുപ്പമായിരിക്കാം, പക്ഷെ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിലോ, നമുക്ക് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിലോ ഒരുപാട് പ്രയാസം നേരിടാം. അപ്പൊ ചായ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് പല ആളുകൾക്കും ചിലപ്പോൾ പല പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ടാവാം. ചായപ്പൊടി ഇടുന്ന സമയത്ത് അതിന്റെ അളവ് തെറ്റിയിട്ട് നമ്മൾക്ക് ചായ കടുപ്പം കൂടിയതാവാം, കടുപ്പം കുറഞ്ഞതാവാം, അങ്ങനെയൊക്കെ വരാറുണ്ട്. കറക്റ്റ് കടുപ്പത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? 2-3 പ്രാവശ്യം നമ്മൾ ചെയ്ത് ആ ചായപ്പൊടിയുടെ അളവ് നമ്മൾ പഠിച്ചെടുക്കണം, അല്ലെ? അപ്പൊ കുറെ പിഴവുകളിൽ നിന്നാണ് ആ ചായപ്പൊടിയുടെ അളവ് പോലും നമ്മൾ പഠിച്ചെടുക്കുന്നത്.
ശേഷമാണ് പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് ഒരു പക്ഷെ പഞ്ചസാര കൂടി വരാം, കുറഞ്ഞു വരാം. ഇത് നമ്മൾ അതിന്റെ അളവും പഠിക്കുന്നത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും പാചകത്തിൽ നമ്മൾക്ക് ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ ഐറ്റത്തിനെ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ പാചകം എന്ന ആ ഒരു കല പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് പിഴവുകളിലൂടെയാണ് നമ്മൾ അത് പഠിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജീവിതത്തിലെ ഈ ഒരു വചനം അർത്ഥവത്താവുന്നു അല്ലെ? ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. പുതിയ പരീക്ഷണങ്ങൾ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ പരീക്ഷണങ്ങൾ വിജയിച്ച വ്യക്തിക്ക് ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് സാരം. പാചകം വിട്ട് നമുക്ക് ഒരു കളി, ഗെയിമുകളൊക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു ക്രിക്കറ്റ് കളി, നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ, ഇപ്പൊ നമുക്ക് സച്ചിൻ തെണ്ടുൽക്കർ അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡ്, ഈ വ്യക്തികളൊക്കെ ക്രിക്കറ്റ് ഒരു സുപ്രഭാതത്തിൽ അവർ ബാറ്റ് കൈ പിടിച്ചുകൊണ്ട് എറിയുന്ന ബോളുകളൊക്കെ അടിച്ച് സിക്സറും ഫോറും അടിക്കുന്ന രീതിയിലേക്ക് വളർന്നവരല്ല. ആദ്യം അവരെല്ലാം ബാറ്റ് കൈ പിടിച്ച് വന്നിരുന്നു, ക്രീസിൽ വന്നു, വരുന്ന ബോളുകളെ ഫേസ് ചെയ്യാൻ ശ്രമിച്ചപ്പോ ചിലപ്പോൾ സ്റ്റെമ്പ് തന്നെ പോയിട്ടുണ്ടാവാം, മിഡിൽ സ്റ്റെമ്പ് പോയിട്ടുണ്ടാവാം, അതുപോലെ തന്നെ ചിലപ്പോൾ ക്യാച്ച് ഔട്ട് ആയിട്ടുണ്ടാവാം, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പൊ മിഡിൽ സ്റ്റെമ്പ് പോവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് പ്രാവശ്യം മിഡിൽ സ്റ്റെമ്പ് പോയിട്ടായിരിക്കും അത് പഠിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ ക്യാച്ച് ഔട്ട് ആവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രൗണ്ട് ഷോട്ടുകൾ കളിക്കണം അല്ലെ? അപ്പൊ ഗ്രൗണ്ട് ഷോട്ടുകൾ എങ്ങനെ കളിക്കണം? ഇതെല്ലാം ഒരുപാട് മിസ്റ്റേക്കിലൂടെ ആയിരിക്കും നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും ഇങ്ങനെയുള്ള കളിക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ അത് ഒരുപാട് തെറ്റുകൾ അവർക്ക് സംഭവിച്ചു. ആ തെറ്റിലൂടെ സംഭവിച്ചപ്പോ ആ തെറ്റുകളിലൂടെ അവരെന്ത് ചെയ്തു? നല്ലൊരു പ്ലെയർ ആയിട്ട് മാറി. നേരെ മറിച്ച് 1-2 പ്രാവശ്യം സ്റ്റെമ്പ് ഔട്ട് ആയ സമയത്ത് എനിക്കിതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് സച്ചിൻ തെണ്ടുൽക്കറൊക്കെ മടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ക്രിക്കറ്റിന്റെ ഒരു ഇതിഹാസമാവാൻ സച്ചിൻ തെണ്ടുൽക്കറിന് സാധിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. അപ്പോ ഒരുപാട് പിഴവുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. അതുപോലെ പെയിന്റിങ് എന്ന് പറയുന്ന ഒരു കല, ഈ പെയിന്റിങ് എന്ന് പറയുന്ന കല നമുക്ക് കാണുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നും അല്ലെ? അതായത് നമുക്കറിയാം, ഒരുപാട് കളറുകൾ ഉപയോഗിച്ചിട്ട് ഒരു കലാകാരൻ ചെയ്യുന്ന ഓരോ വർക്കുകൾ എത്ര മനോഹരമാണ്. ഈ കലാകാരൻ ജനിച്ചു വന്ന ഉടനെ തന്നെ ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി പഠിച്ച ആളാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം ഒരുപാട് തെറ്റുകളിൽ നിന്ന് തന്നെയാണ് ഈ രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത് അല്ലെ? ഇപ്പൊ കളറുകളെ കുറിച്ച് ഒരു ആശയം എല്ലാവർക്കും ഉണ്ടാവില്ല അല്ലെ? നമ്മൾ ജനിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് കളറുകളെ എങ്ങനെ കളർ മിക്സ് ചെയ്യാം, ഒരു ഗ്രീൻ കളർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓരോ കളറുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. ഇത് ഒരുപാട് പ്രാവശ്യം മിക്സ് ചെയ്യും. ഒരു പ്രാവശ്യം മിക്സ് ചെയ്യുന്ന സമയത്ത് അത് വേറെ കളറായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു തെറ്റ് സംഭവിച്ചു, വീണ്ടും അത് മാറ്റി വേറെ കളറുകൾ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കളറിലേക്ക് എത്തിച്ചേരുന്നു. ഒരുപാട് പ്രാവശ്യം തെറ്റ് പറ്റിയിട്ടാണ് ആവശ്യമുള്ള കളർ അദ്ദേഹം മിക്സ് ചെയ്തുണ്ടാക്കുന്നത്. എന്നിട്ട് വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്തും ഒരു ലൈൻ വരയ്ക്കും, ആ ലൈൻ തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ആ ലൈൻ ഇറേസ് ചെയ്തുകൊണ്ട് വീണ്ടും ലൈൻ വരയ്ക്കും. വീണ്ടും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈൻ ഇറേസ് ചെയ്യും, വീണ്ടും വരയ്ക്കും, കളറുകൾ ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് ഇന്ന് കാണുന്ന മനോഹരമായ രീതിയിൽ ആ ചിത്രം വരയ്ക്കുന്നു. അപ്പൊ ആ ഒരു പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളിലൂടെയാണ് അദ്ദേഹം ആ ഒരു വലിയ പരീക്ഷണം വിജയിച്ചത്. ഒരു ചിത്രകാരന്റെ കാര്യമാണ് നമ്മളിപ്പോ സംസാരിച്ചത്. അതുപോലെ ഭാഷാ പഠനം, നമുക്ക് വിവിധ ഭാഷകൾ സംസാരിക്കാം. അപ്പൊ നമ്മൾ മലയാളികളാണ്, മലയാളികൾക്ക് മലയാളം സംസാരിക്കാൻ അതും വളരെ പ്രയാസമുള്ള കാര്യമാണ് അല്ലെ? നമുക്ക് ഒരുപാട് അക്ഷരങ്ങളുണ്ട്. ലോകത്തിലെ ഭാഷകളിൽ കൂടുതൽ അക്ഷരങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ മലയാള ഭാഷ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ? നമ്മൾ ആദ്യം സ്വരാക്ഷരങ്ങൾ പഠിക്കാനും വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ? ഇനി മലയാളം പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിലോ അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അല്ലെ? നമ്മൾ അതിന്റെ ഉച്ചാരണങ്ങൾ പല സമയത്തും നമുക്ക് തെറ്റിപ്പോവാറുണ്ട്. തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ തെറ്റ് തിരുത്തിക്കൊണ്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ വളരെ സമർത്ഥനായി മാറി. അപ്പൊ ഒരു ഭാഷാ പഠനം എന്ന് പറയുന്നത് ഒരുപാട് തെറ്റുകളിലൂടെയാണ് നമ്മൾ ആ ഭാഷ പഠിക്കുന്നത് അല്ലെ? അപ്പൊ തെറ്റുകൾ സംഭവിച്ചാൽ മാത്രമേ നമ്മളുടെ പരീക്ഷണം നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആ തെറ്റുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? വിജയത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ആ തെറ്റുകളെ ഒരു ചവിട്ട് പടിയായിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് പരമായിട്ടും നമുക്ക് ഈ ഒരു വചനം ശരിയാണോ എന്ന് നോക്കാം. പുതിയതായിട്ട് ഒരു ബിസിനസ് നമ്മൾ ആരംഭിക്കുകയാണ്. ഒരു പക്ഷേ ആ ബിസിനസ്സിനെ കുറിച്ച് മുൻ പരിചയമൊന്നും നമുക്ക് ഉണ്ടായിരിക്കില്ല
അപ്പോൾ നമ്മൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങൾ ആരംഭിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഫോം ചെയ്യണം, അതിന്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ നമ്മൾ എവിടുന്നോ കിട്ടിയ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അത് പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് അതിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്തത് തെറ്റായിരിക്കും. അപ്പൊ ആ തെറ്റ് പിന്നെ നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യും, പുതിയതായിട്ട് നമ്മൾ രൂപകൽപ്പന ചെയ്യും. ആ തെറ്റിൽ നിന്നും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തും. അതുപോലെ പരസ്യകലയിലൊന്നും നമുക്ക് അറിയില്ല. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമ്മളൊരു പരസ്യം ചെയ്യും, പക്ഷേ ആ പരസ്യത്തിലൊന്നും ആളുകൾ അവിടെ എത്തുന്നില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആ പരസ്യം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അവിടെ നമുക്കൊരു തെറ്റ് സംഭവിച്ചു. ആ തെറ്റ് തിരുത്തിക്കൊണ്ട് അടുത്ത പരസ്യം നമ്മൾ ചെയ്യുന്നു. അതും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അടുത്ത പരസ്യം നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ ഓരോ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ചെയ്യുന്ന ആ ഒരു പരസ്യമായിരിക്കും ചിലപ്പോൾ ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നത്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആളുകൾ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അവിടെ ചെയ്യുന്ന സ്ട്രക്ചറുകൾ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ സ്ട്രക്ചറുകൾ, ഈ സ്ട്രക്ചറുകളിലൊക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴായിരിക്കും അവിടെ കൂടുതൽ ബിസിനസ് വരുന്നത്. ഇനി ഏത് ബിസിനസ് ആയിക്കോട്ടെ, ആ ബിസിനസ്സിൽ നമ്മൾ തുടക്കത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകൾ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ബിസിനസ്സിൽ വരുന്ന പരാജയങ്ങൾക്ക് എന്താണ് കാരണം, ആ കാരണം കണ്ടെത്തുക. പരാജയങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഈ പരാജയങ്ങൾക്കുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തുക. ആ പരാജയങ്ങൾ ഫ്യൂച്ചറിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് ആ സൊല്യൂഷനിലൂടെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ബിസിനസ്സിൽ പരാജയപ്പെടുകയില്ല. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, പരാജയം അല്ലെങ്കിൽ പിഴവുകൾ സംഭവിച്ച വ്യക്തി മാത്രമേ പുതിയ പരീക്ഷണങ്ങളിൽ വിജയിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർക്കുക, പുതിയ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ പിഴവുകളിലൂടെ തന്നെ ഞാൻ വിജയിക്കും എന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് പുതിയൊരു ടോപ്പിക്സുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.